ഒരു ആളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ കുഞ്ഞാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കാത്തിരുന്നു, വിശ്വസിച്ചു, ദൈവം പറയുന്നെല്ലാം അനുസരിച്ചു, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ആ വ്യക്തി ജീവിതം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൻ്റെ അനുഭവം ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രഥമമായ പ്രത്യക്ഷമായ ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ വ്യക്തി ജീവിതം അദ്ദേഹം പഠിച്ചിട്ടില്ലാത്ത, അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഭാഷകളിൽ, അന്യഭാഷകളിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് അന്യഭാഷാ ഭാഷണമാണ്. അന്യഭാഷയില്ല, അന്യഭാഷ നിന്നുപോയി എന്നൊക്കെ പറയുന്ന പല പഠിപ്പിക്കലുകളൊക്കെയും ഈ ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ള സഭകളുണ്ട്. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അന്യഭാഷയിൽ സംസാരിക്കുവാൻ ഒരു വിശ്വാസിക്ക് ദൈവം തൻ്റെ അനുഗ്രഹം പകരുന്നത്? വേറൊന്നിനുമല്ല. കൊരിന്ത്യലേഖനം 12, 13, 14 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മിക വർധനവ് വരുത്തുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പരസ്യമായി 10,000 വാക്ക് അന്യഭാഷയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഒറ്റക്കായിരിക്കുമ്പോൾ ഞാൻ ആത്മനിറവോടെ 10,000 വാക്കുകളിൽ ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, പൗലോസ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അന്യഭാഷകളിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു, പാടുന്ന ആളായിരുന്നു, ആരാധിക്കുന്ന ഒരാളായിരുന്നു. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പൗലോസിൻ്റെ ആത്മിക വളർച്ച ഒന്ന് ശ്രദ്ധിച്ചേ. 14 ഈടുറ്റ ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതി. 3 മിഷണറി യാത്രകൾ നടത്തി. പൗലോസ് പോയത് യൂറോപ്പിലേക്കാണ്. കടൽ മാർഗം വളരെ കഷ്ടങ്ങൾ സഹിച്ച് അദ്ദേഹം യൂറോപ്പിൽ പോയി. ഇന്ന് യൂറോപ്പിലുള്ള 95 രാജ്യങ്ങളും ക്രിസ്തീയ രാജ്യങ്ങളാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ പൗലോസിൻ്റെ ഉള്ളിലെ ആത്മാവ് ഓരോ നിമിഷവും വളരാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അന്യഭാഷ, അത് തന്നിരിക്കുന്നത് നമ്മുടെ ആത്മിക വർധനവിന് വേണ്ടിയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ സമയമെടുത്ത് അന്യഭാഷകളിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആത്മിക വർധനം ഉണ്ടാവുക മാത്രമല്ല, പല പ്രശ്നങ്ങൾക്കും 100% പരിഹാരം ലഭിക്കും. കുറെ വർഷങ്ങൾക്ക് മുൻപ് അഗസ്റ്റിൻ ഗോമസ് എന്ന് പറയുന്നൊരു ദൈവദാസനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലയാളിയാണ്, മദ്രാസുകാരനായിരുന്നു. ഈ മനുഷ്യൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ കുരുട്ട് കണ്ണ് ഉള്ളവരുടെ കണ്ണുകൾ തുറക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മുടന്തരുടെ മുടന്ത് മാറിയാള് ചാടി എഴുന്നേറ്റ് ഓടുന്നു. ഞാൻ എൻ്റെ കണ്ണിന് മുമ്പേ കണ്ടിട്ടുണ്ട്. 503, 96 കാലഘട്ടത്തിലാണ്. ഭയങ്കര അതിശയങ്ങൾ. അപ്പോൾ പലരും ഇതെത്തി ചോദിച്ചു, നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതിന് കാരണമെന്ത്? അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയാമോ?
എല്ലാ ദിവസവും പ്രഭാതത്തിൽ 4 മണിക്ക് മുൻപ് ഈ മനുഷ്യൻ എഴുന്നേക്കും. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ 6 മണി വരെ, അതായത് 4 മണി മുതൽ 6 മണി വരെ അന്യഭാഷകളെ ആരാധിച്ചും സ്തുതിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ആ മുറിയിലൂടെ നടക്കും. വേറൊന്നും പ്രാർത്ഥിക്കില്ല, അന്യഭാഷകളിൽ. വൈകുന്നേരം രാത്രി 10 മണി മുതൽ 12 മണി വരെ ഇത് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. എല്ലാവരെ കൊണ്ട് സാധ്യമല്ല. പൗലോസ് അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ അന്യഭാഷകളിൽ നിരന്തരമായി പ്രാർത്ഥിച്ച് അദ്ദേഹം പറയുന്നു, അയാളുടെ വിശ്വാസം വളരാൻ തുടങ്ങി, അദ്ദേഹത്തിന് ആത്മീകം വളരാൻ തുടങ്ങി, എല്ലാ പ്രതിസന്ധികളും നേരിടുവാനുള്ള ധൈര്യം അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ തൻ്റെ കണ്ണിന് മുമ്പിൽ വരുന്ന ആ രോഗികളുടെ രോഗം കണ്ട് ഒരു സംശയവും അദ്ദേഹത്തിന് ഉണ്ടാവാറില്ലെന്ന്. അദ്ദേഹം തൊടുന്നു, പ്രാർത്ഥിക്കുന്നു, ശാസിക്കുന്നു, അതിശയങ്ങൾ നടക്കുന്നു. ഇന്നും അത് സാധ്യമാണ്, ഇന്നും നടക്കും. എന്നിലൂടെയും നിങ്ങളിലൂടെയും നടക്കും. പക്ഷേ നമ്മൾ അന്യഭാഷകൾ ആരാധിച്ച് ആത്മിക ബലം ഏറ്റെടുക്കണം. പക്ഷെ നമുക്കൊന്നും ഇതിന് നേരം ഇല്ല. അതാ കുഴപ്പം. അപ്പൊ പരിശുദ്ധാത്മാവിന് നിറവ് ലഭിക്കുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ ഇടയാവും. ഇതാണ് ഒന്നാമത്തെ അടയാളം. ഇത് മാത്രമല്ല, അന്യഭാഷ തന്നെയാണെന്ന് നമ്മൾ അവസാനിപ്പിക്കരുത്. ചില വാക്യങ്ങളിൽ കൂടിയുണ്ട്, നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ തന്നെ 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുമ്പോൾ നമുക്ക് ലജ്ജ കൂടാതെ യേശുവിൻ്റെ സാക്ഷ്യം പറയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കണം, സഭകളിൽ തന്നെ സാക്ഷ്യം പറയാൻ, അനുഭവ സാക്ഷ്യം പറയുവാൻ സമയം കൊടുത്താൽ പോലും സാക്ഷ്യം പറയാത്ത പല പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് പറയണമെന്നുണ്ട്, അവർക്ക് അനുഭവങ്ങൾ പറയണമെന്നും പങ്കുവയ്ക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ പറയാൻ പറ്റുന്നില്ല. എന്തോ ഒരു ധൈര്യക്കുറവ്. ഞാൻ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും? തെറ്റ് വരുമോ? വല്ല കുഴപ്പമുണ്ടാകുമോ? ഒരു ഭയം. അങ്ങനെ സാക്ഷ്യം പറയുവാൻ അവസരം കിട്ടിയിട്ടും നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ശുശ്രൂഷയിലെ അനുഭവങ്ങൾ അത് പങ്കുവയ്ക്കുവാൻ, അത് ഷെയർ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കുറഞ്ഞുപോയി. അതാണ് കാര്യം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അതിൻ്റെ കുറവുണ്ട്. ആ കുറവുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു അനുഭവ സാക്ഷ്യം, യേശുവിനെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു അനുഭവ സാക്ഷ്യം നമുക്ക് പറയാൻ പറ്റില്ല. അതാരുടെ കുഴപ്പമല്ല. പരിശുദ്ധാത്മാവിന്റെ നിറവ് കുറഞ്ഞുപോയി. ഇവിടെ വളരെ വ്യക്തമായിട്ട് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രോസ് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവനായി. ആ സാക്ഷ്യം പറയുന്നതിന് മുൻപ് പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം, എന്തെന്നില്ലാത്തൊരു ദൈവസ്നേഹം, എന്തെന്നില്ലാത്തൊരു പ്രത്യാശ, എന്തെന്നില്ലാത്ത ഒരാത്മധൈര്യം ആർക്കുണ്ടായി? പത്രോസിന്റെ ജീവിതത്തിലുണ്ടായി. അദ്ദേഹം യഹൂദ പരീശന്മാരോടും പ്രമാണികളുടെ മുമ്പിൽ അതിധൈര്യത്തോടുകൂടെ സാക്ഷ്യം പറയുകയാണ്. എന്താണ് സാക്ഷ്യം പറയുന്നത്? ഈ മനുഷ്യൻ, മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയ സംഭവമാണ്. ആ മനുഷ്യനെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, യേശുവാണ് ഈ മനുഷ്യനെ സൗഖ്യമാക്കിയത്, യേശുവിന്റെ നാമമാണ് സൗഖ്യമാക്കിയത്, യേശു ഇന്നും ജീവിക്കുന്നു, ഇത് നിങ്ങളെല്ലാം അറിഞ്ഞുകൊള്ളണം എന്നാണ് ധൈര്യത്തോടെ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കുറെ പണ്ട് ഞാനിവിടെ നെടുമ്പാശ്ശേരി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ റോബിൻ ബ്രദറും ഞാനും കൂടി അനിൽ ബ്രദറുടെ പുറയാറ് ഞങ്ങൾ സുവിശേഷം പറയാൻ പോയി. അപ്പോൾ
അനിൽ അന്ന് വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്, സഭ വന്നിട്ടുണ്ട്. അന്ന് അനിൽ എവിടെയോ പോയി, ഞാനും റോബിയും കൂടിയാണ് പ്രവർത്തിക്കാൻ പോയത്. അപ്പോൾ അനിലിൻ്റെ വീട് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ മുസ്ലിംസിൻ്റെ വീടാണ് കൂടുതൽ. ആ വീടുകളെല്ലാം കയറി ഞങ്ങൾ രണ്ടുപേരും കൂടി യേശു മാത്രമാണ് സത്യദൈവം എന്നുള്ള ട്രാക്റ്റ് കൊടുത്തു. ട്രാക്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞപ്പില്ലേ ഞങ്ങൾ രണ്ടുപേരെ ചുറ്റി ഒരു 10-100 ആളുകളങ്ങ് കൂടി. മൊത്തം ആള് പെട്ടെന്നാണ് ഇവർ വന്ന് കൂടിയത്. എന്നിട്ട് അവർ ചിലർ പറയുന്നു, ഞങ്ങൾ ചോദിക്കുന്ന 1-2 ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം തരാതെ ഇവിടുന്ന് വിടില്ലെന്ന് പറഞ്ഞു. മുസ്ലിംസാണ്, നടന്ന സംഭവം. പക്ഷെ എനിക്കൊരു ഭയവും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഏത് ചോദ്യത്തിന് ഞാൻ മറുപടി തരും, എന്നിട്ട് മാത്രം എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോണ്ടല്ലോ എൻ്റെ അടുത്ത് നിൽക്കുന്ന റോബിയെ കാണാനില്ല. റോബി അപ്രത്യക്ഷമായി പോയി. ഞാൻ നോക്കിയപ്പോൾ എന്താ പറയുമോ, ഈ ജനക്കൂട്ടത്തിൽ ആ 10-100 പേരല്ലേ അതിന് ഏറ്റവും പുറകെ പോയി റോബിക്ക് എന്നെ നോക്കിക്കൊണ്ട് റോബി പേടിച്ചു പോയി. അവര് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ഉത്തരം പറഞ്ഞു. അവർ പറഞ്ഞ ഒരു ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ക്രിസ്ത്യാനികൾ വിഗ്രഹാരാധകരാണ്. കാരണം അവർ കാണുന്നത് ഈ കത്തോലിക്കരെ യാക്കോബക്കാരെയാണ്. അതുകൊണ്ട് വിഗ്രഹാരാധകരായിരിക്കുന്ന നിങ്ങൾ ഞങ്ങളോട് സൂചിച്ചിടം പറയണ്ട. ഇതാണ് അവർ പറയുന്ന പോയിന്റ്. ഞാൻ പറഞ്ഞു, ബൈബിൾ വിഗ്രഹാരാധനക്കെതിരാണ്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അവയെ ആരാധിക്കരുത്, പ്രണമിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനികളെ കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്നത് ബൈബിൾ ഉണ്ടെങ്കിലും ബൈബിൾ ഫോളോ ചെയ്യാത്ത ക്രിസ്ത്യാനികളെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ചുറ്റും. എന്നാൽ ഞങ്ങൾ സത്യക്രിസ്ത്യാനികളാണ്, ഈ ബൈബിൾ ഫോളോ ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ വീട്ടിലോ ഞങ്ങളുടെ സഭയിലോ ഞങ്ങളുടെ പള്ളിയിലോ ഒരു വിഗ്രഹമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏത് സഭ? ഞാൻ പറഞ്ഞു, പെന്തക്കോസ്ത് സഭയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് മറുപടി ഞാൻ കൊടുത്തു. ഇവർക്ക് ആ വളഞ്ഞത് തെറ്റായിപ്പോയെന്ന് തോന്നി. ഇവരെന്തെന്നറിയാമോ, എൻ്റെ കൈ പിടിച്ച് എനിക്ക് ഷൈക്കാൻ്റെ പറഞ്ഞു, വെരി ഗുഡ്, നന്നായി, ഞങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഇനിയും നിങ്ങൾ ഇവിടെ വരണം, ഇനിയും നിങ്ങൾ ഈ സുവിശേഷ ലേഖകൾ ഇവിടെ കൊടുക്കണം, ഞങ്ങൾ ആര് തടസ്സപ്പെടുത്താൻ വരില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം യേശുവിൻ്റെ ഒരു സാക്ഷിയായി ധൈര്യത്തോടുകൂടെ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം ആരുടെ മുമ്പിലും, ഏത് സംഘത്തിലും, ഏത് സുവിശേഷ വിരോധികളുടെയും, ഏത് ചോദ്യം ചെയ്യുന്ന ആളുടെ മുമ്പിലും ധൈര്യത്തോടെ പറയണമെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയില്ല, സ്വന്തം ബുദ്ധി കൊണ്ട് കഴിയില്ല, സ്വന്തം കഴിവ് കൊണ്ട് കഴിയില്ല. മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ സാക്ഷ്യം പറയാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവ സാക്ഷ്യം പറയാൻ പറ്റും, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4:31 വാക്യം നമുക്ക് വായിക്കാം. മൂന്നാമത്തെ കാര്യം, അപ്പോസ്തലന്മാർക്ക് പ്രതിസന്ധി ഉണ്ടായി. അവരെ അടിപ്പിച്ചു, അവരെ നിന്ദിച്ചു, അവരെ പരിഹസിച്ചു. അവരെന്ത് ചെയ്തു? സഭയിലേക്ക് വന്നു. എന്നിട്ട് സഭയിലുള്ള സഹവിശ്വാസികളോട് തങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവരൊരു മനസ്സായി കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അവരുടെ എന്താണ് ഈ സുവിശേഷ വിരോധികൾ പറഞ്ഞത്? ഇനി നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയാൻ പാടില്ല, യേശുവിനെ കുറിച്ച് ഉപദേശിക്കാൻ പാടില്ല. ഒരൊറ്റ വീട്ടിൽ കയറി നിങ്ങൾ ദൈവവചനം സുവിശേഷം പറയാൻ പാടില്ലെന്നാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മ ഈ നാട്ടിൽ തന്നെ സുവിശേഷ വിരോധികളുടെ ഒരു സംഘം വന്നിട്ട് ഇനി മേലാൽ ഒരൊറ്റ വീട്ടിൽ കയറിപ്പോരുത്, ഇവിടെ പരസ്യോഗം നടത്തിപ്പോരുത്, നിങ്ങളെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും, എല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒട്ടുമിക്ക ആൾക്കാരും
പറയേ നമ്മൾ ഇച്ചിരി പരിജ്ഞാനത്തോടുകൂടെയൊക്കെ നിൽക്കേണ്ട സമയമാണ്. ഇപ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന് ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളണം. നമ്മൾ മാളത്തിൽ ഒളിക്കും. ഇങ്ങനെ അപ്പോസ്തലന്മാരും മാളത്തിൽ ഒളിച്ചേനെ. അത്രമാത്രം ശക്തമായിട്ടാണ് ഈ സുവിശേഷ വിരോധികൾ അവരോട് സംസാരിച്ചത്. പക്ഷേ ദൈവസഭയുമായി ചേർന്ന് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ നിറവ്, ഒരു പുത്തൻ ശക്തിയുടെ നിറവ് അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ധൈര്യത്തോടുകൂടെ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ യേശുവിന്റെ സുവിശേഷം ധൈര്യത്തോടെ പ്രസംഗിക്കണമെങ്കിൽ, യേശുവിന്റെ സുവിശേഷം സഭയിൽ പ്രസംഗിക്കണമെങ്കിൽ, യേശുവിന്റെ സുവിശേഷം ഈ ലോകത്തോട് ധൈര്യത്തോട് ഒരു വ്യക്തിക്ക് പറയണമെങ്കിൽ സ്വന്തം ശക്തി കൊണ്ട് കഴിയില്ല. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ നിറവുണ്ടെങ്കിൽ മാത്രമാണ് അത് കഴിയുള്ളൂ. ആ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചപ്പോൾ അതിധൈര്യത്തോടുകൂടെ വീണ്ടും അവർ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഓരോ വീട്ടിലും ഒരൊറ്റ വീട് വിടാതെ എല്ലാ വീട്ടിലും കയറി യേശു ക്രിസ്തു മാത്രം ക്രിസ്തുവെന്ന് അപ്പോസ്തലന്മാരും ആദിമ വിശ്വാസികളും സുവിശേഷിച്ചുകൊണ്ടിരുന്നു. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഈ ശക്തി എവിടെ നിന്ന് കിട്ടി? അത് പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ കിട്ടിയതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സഹായിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. കാര്യസ്ഥനാണ്, ആശ്വാസപ്രദനാണ്, നമ്മോടൊപ്പം എപ്പോഴും ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ പുതിയ ഉണർവുണ്ടെങ്കിൽ, നിറവുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു സുവിശേഷ വിരോധിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കുണ്ട്. ഈ കാലയളവിൽ ദൈവദാസന്മാർക്കും ദൈവസഭകൾക്കും ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോസ്തലപ്രവൃത്തിയിൽ 6:5 വാക്യം. ആദിമസഭയിൽ ശുശ്രൂഷക്കായിട്ട് ചിലരെ സഭയ്ക്ക് ആവശ്യമായി വന്നു. സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ മേശമേൽ ശുശ്രൂഷിക്കേണ്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലരെ തിരഞ്ഞെടുക്കണമെന്നുള്ളൊരു സിറ്റുവേഷൻ സഭയ്ക്ക് മുമ്പിലുണ്ടായി. അപ്പോൾ ജനക്കൂട്ടം തോന്നിയവരൊക്കെ പിടിച്ച് കൊണ്ടുവന്നെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് സഭകളിലെ പല പ്രശ്നങ്ങളായി ഗുരുതരമായ പ്രശ്നങ്ങളായി മാറുന്നതിന് കാരണം എന്നറിയാമോ? കമ്മിറ്റിയുണ്ട്, സെക്രട്ടറിയുണ്ട്, ഖജാൻജിയുണ്ട്, പ്രസിഡന്റുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഒരു സഭയിൽ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നം ഇവർ കൈകാര്യം ചെയ്യുമ്പോൾ വീണ്ടും വലിയ പ്രശ്നമായി മാറണേ. എന്നിട്ട് സഭയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ പ്രസ്ബിറ്റർ അടുത്തും മേഖലാ ഡയറക്ടർ അടുത്തും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ പോകാൻ. ഇങ്ങനെ പോകുന്നതിന് കാരണം എന്ത്? ഈ പ്രശ്നം തീർക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ആ സംഘം, അവർക്ക് ചിലപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, ബൈബിൾ അറിയാം, നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ അവർക്ക് എന്തില്ല? പരിശുദ്ധാത്മാവിന്റെ നിറവില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിലാണ് ഒരു നല്ല ശുശ്രൂഷകനായിട്ട് നമുക്ക് മാറാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്ത ഒരാളെ ശുശ്രൂഷക്കായി ആക്കരുത്. ഇവിടെ 7 പേരെ തെരഞ്ഞെടുത്തു, സഭ തെരഞ്ഞെടുത്തു. ആ 7 പേരുടെ പല ക്വാളിഫിക്കേഷനിൽ ഒരു പ്രധാന ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? അവർ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കത് ആവശ്യമാണ്.
നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ പുത്തൻ ഉണർവാണ്. എന്നിട്ട് ശുശ്രൂഷ ചെയ്യൂ, അവിടെ വിടുതൽ ഉണ്ടാകും. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 55-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്തെഫാനോസിനെ കുറിച്ചുള്ളൊരു കാര്യമാണ് ഇവിടെ കാണുന്നത്. സ്തെഫാനോസ് നമുക്കറിയാം, അദ്ദേഹം ആകപ്പാടെ ഒറ്റ ശുശ്രൂഷ ചെയ്തോളൂ, ഒറ്റ പ്രസംഗം, അതോടെ പരിപാടി തീർത്ത്. അദ്ദേഹത്തിൻ്റെ ആത്മാവോടും ജ്ഞാനത്തോടും എതിർത്ത് നിൽക്കുവാൻ ഒരു ദുഷ്ടശക്തികൾക്കും കഴിഞ്ഞില്ല. നിങ്ങൾ ആ ഭാഗം, ആ അധ്യായം വായിക്കണം. എത്ര സുന്ദരമായൊരു പ്രസംഗം വരുന്നറിയാമോ? പഴയ നിയമത്തിലെ സംഭവങ്ങളൊക്കെ നിരത്തി അവസാനം യേശു ക്രിസ്തുവിൽ എത്തിച്ചേരുന്ന, യേശുവിനെ ഉയർത്തുന്ന അതിശക്തമായ ഒരു പ്രഭാഷണമായിരുന്നു. മേശമേൽ ശുശ്രൂഷിക്കുവാനായി പരിശുദ്ധാത്മ നിറവോടുകൂടെ നിയോഗിക്കപ്പെട്ടവനായ സ്റ്റീഫൻ പ്രസംഗിച്ചത്. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടവർക്ക് ആ പ്രസംഗം സന്തോഷത്തോടെ ഏറ്റെടുത്ത് സമർപ്പിച്ച് പോയാൽ മതിയായിരുന്നു. പക്ഷേ അവരാ പ്രസംഗത്തെ എതിർത്തു. ദൈവവചനം സഭകളിലും സഭയ്ക്ക് പുറത്തു പ്രസംഗിക്കുമ്പോൾ ഈ രണ്ട് പ്രതികരണങ്ങൾ ഉണ്ടാവും. ഇത് ദൈവദാസന്മാർ, പ്രസംഗിക്കുന്നവർ അത് അറിഞ്ഞിട്ട് വേണം പ്രസംഗിക്കേണ്ടത്. ആദിമസഭയിൽ പത്രോസ് പ്രസംഗിച്ചു, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച ആളുകളുടെ ഹൃദയത്തിൽ വചനം കുത്താനിടയായി. പത്രോസ് അല്ല കുത്തിയത്, വചനമാണ് കുത്തിയത്, പരിശുദ്ധാത്മാവാണ് കുത്തിയത്. ഇന്ന് പല കുഴപ്പത്തിന് കാരണം അറിയാമോ? പാസ്റ്റർ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു പ്രസംഗൻ പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്ന പ്രസംഗം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കുത്തുമ്പോൾ അവർ തെറ്റിദ്ധരിക്കും. ഇത് പാസ്റ്റർ അറിഞ്ഞിട്ടാണ് എന്നെ കുത്തി പ്രസംഗിക്കുന്നുവെന്ന് പലരും ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കരുത്. ദൈവവചനത്തിന്റെ മുൻപാകെ, പരിശുദ്ധാത്മാവിന്റെ മുൻപാകെ തുറന്ന ഒരു പുസ്തകമായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രസംഗിക്കുന്നവനെയും കുത്തും, പ്രസംഗം കേൾക്കുന്നവനെയും കുത്തും. അങ്ങനെ കുത്തുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ആ മനുഷ്യര് ഈ പത്രോസിനോടും അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു. 3000 പേരാണ് അന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നത്. എന്നാൽ സ്തെഫാനോസ് പ്രസംഗിച്ചു. ഇതുപോലത്തെ മനുഷ്യരോടാണ് സ്തെഫാനോസും പ്രസംഗിച്ചത്. സ്തെഫാനോസ് പ്രസംഗിച്ചപ്പോൾ ആ കേട്ടവിടെ ഹൃദയത്തിൽ വചനം കുത്തിയപ്പോൾ അവർ താണുകൊടുത്തില്ല, സമർപ്പിച്ചില്ല, ഏൽപ്പിച്ചു കൊടുത്തില്ല, വിനയപ്പെടുത്തിയില്ല, വിധേയപ്പെടുത്തിയില്ല. മറിച്ച് അവർ കോപാകുലരായി. എന്നിട്ട് സ്തെഫാനോസിന്റെ നേരെ വന്ന് അതിനെ കല്ലെറിഞ്ഞ് കൊന്നു കളഞ്ഞു. ഒരു വലിയ കൂട്ടം ആൾക്കാർ ചുറ്റും നിന്ന് കല്ലെറിയാന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചേ, ആർക്ക് പിടിച്ചിക്കാൻ പറ്റും? അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കല്ല്, എങ്ങോട്ടൊക്കെ കല്ല് ഏറി കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതാണ് നമ്മൾ വാക്യം വായിച്ചത് ഇല്ലേ? 7:55 ഒന്നുകൂടി ഒന്ന് വായിച്ചേ. സ്തെഫാനോസോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആ മരണസമയത്ത്, ആ രക്തസാക്ഷിയാകുന്ന സമയത്ത്, സ്തെഫാനോസ് എന്ന സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി, അദ്ദേഹം
പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവനായി. എന്നിട്ട് അദ്ദേഹം എങ്ങോട്ട് നോക്കി? കല്ലെറിയുന്നവരുടെ കൈകളിലേക്കല്ല നോക്കിയത്, ലോകത്തിലേക്കല്ല നോക്കിയത്, ശത്രുവിന്റെ മുഖത്തേക്കല്ല നോക്കിയത്, അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ചല്ല നോക്കിയത്, അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് അദ്ദേഹം ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നവന് സ്വർഗത്തിലേക്ക് നോക്കിയാൽ മനുഷ്യർക്കാർക്കും കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും, പല ദർശനങ്ങളും, പല വെളിപ്പാടുകളും, പല മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളും വ്യക്തമായി ദൈവം കാണിച്ചു തരും. അപ്പോൾ ദർശനങ്ങളും വെളിപ്പാടുകളും അദൃശ്യമായ കാര്യങ്ങളും മറനീക്കി കാണണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായാൽ പറ്റൂ. സ്തെഫാനോസിന് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായി. അതേ കണ്ടെന്നാണ് ദൈവമഹത്വവും. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. വചനം എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പകർന്നു കൊടുത്ത ശേഷം എല്ലാവരും കാണെ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. എന്നിട്ട് പറയുന്നു, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാ നിറവോടുകൂടെ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ അദ്ദേഹം കണ്ടതെന്താണ്? യേശു പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതല്ല കാണുന്നത്, നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. യേശു നിൽക്കുന്നു. ഇരുന്ന യേശു എന്തുകൊണ്ട് എഴുന്നേറ്റു? കാരണം തൻ്റെ ഏറ്റവും നല്ലൊരു വിശ്വാസി തൻ്റെ ശുശ്രൂഷ തികച്ച് തൻ്റെ നാമത്തിനു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി, ഈ സത്യത്തിനു വേണ്ടി രക്തസാക്ഷിയായി തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് ഇതാ സ്വർഗത്തിലേക്ക് വരുന്നു. ആ സ്വർഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ടല്ല സ്തെഫാനോസിനെ യേശു സ്വീകരിച്ചത്, എഴുന്നേറ്റ് നിന്ന് ആ വീര യോദ്ധാവിനെ എഴുന്നേറ്റ് നിന്ന് യേശു സ്വീകരിക്കുകയാണ്. നാം വിശ്വസ്ത സാക്ഷിയായി, യേശുവിന്റെ വിശ്വസ്ത സാക്ഷിയായി, ഈ വചനപ്രകാരം വിശുദ്ധനായി ജീവിച്ച് ഒരു നല്ല പോരാളിയായി ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് ഒരു ദിവസം മരണം മൂലം നാം എത്തിച്ചെല്ലുമ്പോൾ അവിടെ യേശു എഴുന്നേറ്റ് നിന്ന് നമ്മളെ സ്വീകരിക്കുവാനിടയാകും. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ രക്ഷാനായകൻ. ഞാൻ ഇതിലൂടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ വീട്ടിൽ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ഒരു വ്യക്തി ജീവിതം വരുന്നുവെന്ന് വിചാരിക്കൂ. നമ്മൾ അവിടെ ഇരിക്കുകയാണ്. അവർ വരുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ അതൊരു മോശക്കേടായ ഒരു കാര്യമല്ലേ? ഞാൻ പറയട്ടെ, എന്നെക്കാൾ ജൂനിയർ ആയിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ സെക്ഷൻ്റെ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ ഞാൻ ഇരിക്കുകയാണെങ്കിലും ഞാനൊന്ന് എഴുന്നേറ്റ് നിന്ന് കൈ കൊടുക്കും. അതാണ് മാന്യത. ആര് നമ്മുടെ വീട്ടിൽ വന്നാലും നമ്മൾ എഴുന്നേറ്റ് നിന്ന് സ്തോത്രം പറഞ്ഞിരിക്കാൻ പറയണം. നമ്മളെപ്പോലൊരു കേവല ഒരു മനുഷ്യരാണ്. ആ മനുഷ്യനെ ഈ ഭൂമിയിൽ നമ്മൾ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. സർവശക്തനായ യേശുവിന്, സർവവല്ലഭനായ യേശുവിന്, ഈ അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ച ക്രിസ്തുവിന് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു വിശ്വാസിയുടെ ആത്മാവ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? യേശു സർവശക്തനായ ദൈവമല്ലേ? ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനല്ലേ? അവിടെ ഇരുന്നാ പോരെ? ആ യേശു പോലും, ആ വലിയവനായ സത്യദൈവമായിരിക്കുന്ന ക്രിസ്തു പോലും ഇരിക്കുന്നില്ല. സ്തെഫാനോസ് അവന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനായിരിക്കുന്ന ക്രിസ്തു ആ സിംഹാസനത്തിൽ നിന്നും
എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എത്ര സന്തോഷകരമായ ഒരു ചിന്തയാണ്. നമ്മുടെ യേശു നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, നമ്മുടെ കർത്താവ് നമ്മളെ എത്രമാത്രം ബഹുമാനിക്കുന്നു, നമ്മളെ എത്രമാത്രം ആദരിക്കുന്നു. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടെ ആ ഭക്തനായ മനുഷ്യൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്ന, ആനയിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ചപ്പാട് നമുക്ക് കാണണമെങ്കിൽ എന്തു വേണം? പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമാണ്. ദർശനങ്ങൾ കാണണമെങ്കിൽ, വെളിപ്പാടുകൾ കാണണമെങ്കിൽ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ കാണണമെങ്കിൽ, രഹസ്യങ്ങൾ കാണണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടിയേ പറ്റൂ. ഈ പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമുക്ക് വേറൊന്നും വേണ്ട. പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. നമ്മൾ നിറഞ്ഞവരാണെങ്കിലും അതിൽ സംതൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാതെ വീണ്ടും 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 ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. പൗലോസായിരിക്കുന്ന ശൗലോ അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അതാണ് പൗലോസിന്റെ രഹസ്യം, ജീവിത രഹസ്യമായിരുന്നു. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഒരു സ്ഥലത്തും പൗലോസ് പുറകോട്ട് പോയില്ല. പൗലോസിന്റെ ജീവചരിത്രം പഠിച്ചോ, എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായി, അത് ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോയില്ല. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി കാണുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാച്ചു, ഞാൻ ഇതാ ആ പ്രതിഫലം പ്രാപിപ്പാനായി ദൈവസന്നിധി ചെല്ലുന്നു എന്ന് ധൈര്യത്തോട് പറയുന്ന ഒരു പൗലോസിനെയാണ് കാണാൻ കഴിയുന്നത്. നമ്മളെക്കുറിച്ചും കർത്താവാണ് അതാണ് പ്രതീക്ഷിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ നിറവ് നമുക്ക് പ്രാപിക്കാം.